ഇൻഷുറൻസിന്റെ കേസ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? കാരണം പലരും ഇൻഷുറൻസ് എന്നുള്ള ആ ഒരു ഇത് മാറ്റി വെക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നില്ല, ഗോൾഡ് വാങ്ങുന്ന പോലല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ഗുഡ് അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? ഇന്നത്തെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ തന്നെയാണ് ഇത്. നമ്മൾ കുറെ ക്യാഷ് അടിച്ചു കൊടുക്കും, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമല്ലേ എമൗണ്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി. നമ്മൾ ഒരിക്കലും ഇൻഷുറൻസിന്റെ കേസിലൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു കേസ് മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് സ്റ്റെപ്പിൽ എടുക്കരുത്. കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് തന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സേഫ്റ്റി, നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്റ്റെപ്പാണത്. അതായത് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരാൾക്ക് 2 ടൈപ്പ് ഇൻഷുറൻസ് വേണം. ഹെൽത്ത് ഇൻഷുറൻസ് വേറെ, അതേപോലെ തന്നെ ടേം ഇൻഷുറൻസും. ഈ ഒരു വ്യത്യാസവും നമ്മളെവിടെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതല്ല. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഹോസ്പിറ്റൽ കേസ് മുതൽ വലിയ വലിയ ഹോസ്പിറ്റൽ കേസ് വരെ കവറേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് പറഞ്ഞാൽ വേറൊരു കേസാണ്. നമുക്ക് ഡെത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാർക്ക് നമ്മൾ നല്ലൊരു എമൗണ്ട് കവറപ്പായിട്ട് കിട്ടുക എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കണം, ഈ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് ആയിട്ട് അത് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ വീട്ടിലുള്ളവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് രണ്ടും സെപ്പറേറ്റ് തന്നെയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക വേണം.